ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു 10 ഇഞ്ചിൻ്റെ റിസിൻ ഫ്രെയിമാണ് ചെയ്യുന്നത്. ഈ ഫ്രെയിം ചെയ്യാൻ വേണ്ടി നമുക്ക് കിട്ടിയിരിക്കുന്ന മാല ഒരു 1 ഇയർ പഴക്കമുള്ളൊരു മാലയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അവർ ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 10 ഇഞ്ചിൻ്റെ ഫ്രെയിമിൽ ഓൾറെഡി നമ്മൾ വൈറ്റ് പിഗ്മെൻറ്റ് മിക്സ് ചെയ്ത് നമ്മൾ ഇന്നലെ തന്നെ ഡ്രൈ ചെയ്യാൻ വെച്ചു. ബേസ് ഡ്രൈ ചെയ്യാൻ വെച്ചു. അങ്ങനെ ബേസ് റെഡിയാക്കിയതിന് ശേഷമാണ് ബാക്കി നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ 2 ഫോട്ടോ ആണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. 2 ഫോട്ടോ വേണം. പിന്നെ നമ്മൾ എടുക്കാറ് സ്റ്റിക്കർ പേപ്പറാണല്ലോ. ഇന്ന് നമ്മൾ സ്റ്റിക്കറല്ല എടുക്കുന്നത്, പകരം OHB ഷീറ്റാണ് എടുക്കുന്നത്. OHB ഷീറ്റിൽ നിന്ന് നമ്മൾ പ്രിൻറ്റിൻ്റെ ഷോപ്പിൽ പോയിട്ട് OHB ഷീറ്റെന്നോ ട്രാൻസ്പാരൻറ്റ് ഷീറ്റെന്നോ പറഞ്ഞാൽ അവരെടുത്ത് തരും. അതിൽ നമുക്ക് അതിൻ്റെ ഉപകാരം എന്തെന്ന് വെച്ചാൽ, നമുക്ക് സ്റ്റിക്കർ ഷീറ്റിലാകുമ്പോൾ നമ്മൾ 80 റുപ്പീസ് കൊടുത്താൽ നമുക്ക് ഒരു പീസ് മാത്രമേ കിട്ടുള്ളൂ. പേരും ഡേറ്റും എന്തെങ്കിലും ക്യാപ്ഷൻ ഉണ്ടെങ്കിൽ അത് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ അത് ഒട്ടിച്ച് കഴിയുമ്പോൾ വളഞ്ഞാലോ എന്തെങ്കിലും ചെയ്താലോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ OHB ഷീറ്റിലാകുമ്പോൾ നമുക്ക് ആ ഷീറ്റ് മൊത്തം ഏതൊക്കെ പലതരത്തിലുള്ള ഫോണ്ടിലെടുക്കാം. 100 രൂപയാവുള്ളൂ. പക്ഷെ നമുക്ക് വേണ്ട സൈസിലുള്ളതും ചെറിയ സൈസിലും എടുക്കാം, അതേപോലെ തന്നെ വലിയ സൈസിലും എടുക്കാം. ഫോണ്ടുകൾ മാറ്റിയിട്ടും നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ആ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏത് ഫോണ്ടാണോ സ്യൂട്ടബിളായിട്ട് തോന്നുന്നത് നമുക്കത് വെച്ച് ഡിസൈൻ ചെയ്യാം. പക്ഷെ നമ്മൾ സ്റ്റിക്കർ പേപ്പറിൽ എടുക്കാമെന്ന് വെച്ചാൽ നമ്മൾ അവിടെ നിന്ന് ഏതാണോ നമ്മൾ ഡിസൈൻ ചെയ്തെടുത്ത ഫോണ്ട് അത് മാത്രമേ നമുക്ക് വെക്കാൻ പറ്റൂ. അതിപ്പോൾ അതിന് മാച്ചായിട്ട് തോന്നിയാലും ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഓപ്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് OHB ഷീറ്റിൽ പല ഫോണ്ടിലൊക്കെ എടുത്ത് നമുക്ക് നോക്കാം. പക്ഷേ ബാക്കിയുള്ളത് നമ്മൾ വേസ്റ്റായി പോവും. പക്ഷെ നമ്മൾ കസ്റ്റമറിൻ്റെ അതിനുള്ള പേയ്മെൻറ്റ് വാങ്ങിയിട്ടാണല്ലോ നമ്മൾ എല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരാ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ് നമുക്ക് കുറേ ഫോണ്ടിലും കുറേ സൈസിലൊക്കെ എടുക്കുന്നതിൽ പ്രശ്നമില്ലല്ലോ. അപ്പം നമ്മൾ അങ്ങനെ OHB ഷീറ്റിലാണ് നെയിമും ഡേറ്റൊക്കെ പ്രിൻ്റ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ OHB ഷീറ്റ് ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒരിക്കലും നമ്മൾ ഡയറക്റ്റായിട്ട് വെച്ചിട്ട് അതിന് മുകളിലേക്ക് റെസിൻ ഒഴിക്കാൻ പാടില്ല. അത് ഒഴുകി നടക്കും. അതിന് പകരം നമ്മൾ ഇതേപോലെ കുറച്ച് റെസിന് ഫസ്റ്റ് ഫ്രെയിമിലാക്കി കൊടുക്കുക. നമ്മൾ ഗ്ലൂ ചെയ്യൂല, അതേപോലെ നമ്മൾ കുറച്ച് റെസിന് ആക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ OHB ഷീറ്റ് വെക്കാം. അങ്ങനെ OHB ഷീറ്റ് വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ്സ് വെക്കാം. അപ്പോഴേക്കും നമ്മൾ റെസിൻ മിക്സ് ചെയ്തിലുള്ള ബബിൾസും പോയി കിട്ടും. അതേപോലെ തന്നെ നമ്മൾ ഒട്ടിച്ചു കൊടുത്ത പേരും നന്നായിട്ട് ഫിക്സ് ചെയ്ത് വെക്കും. അതിന് ശേഷം വേണം നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ റെസിൻ ഒഴിക്കാൻ. അല്ലാതെ ഇത് ഒട്ടിച്ചു കൊടുക്കാതെ നമ്മൾ അത് വെക്കുന്നു, പോർ ചെയ്യുന്നു, അങ്ങനെ ചെയ്താൽ അത് ഫ്ലോട്ട് ചെയ്ത് നടക്കും, ഇങ്ങനെ ഒഴുകി നടക്കും. ഇപ്പോൾ നമ്മളെ ഫ്ലവേഴ്സ് ഇങ്ങനെ ഒഴുകി നടക്കുന്നില്ല, അതേപോലെ അത് പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ അങ്ങനെ ഒട്ടിച്ചതിന് ശേഷം റെസിൻ ഒഴിച്ചുകൊണ്ട് അധികം അതിന് ഷെയ്ക്കൊന്നുമില്ലാതെ ചെറുതായിട്ടൊരു വളവൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. ഒരു 2-3 പ്രാവശ്യം നമ്മൾ ശരിയാക്കി കൊടുത്താൽ അത് നന്നായി നിന്നോളും. അപ്പോൾ ആ ഒരു കാര്യം മാത്രമേ നമ്മൾ OHB ഷീറ്റ് പ്രിൻ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടൂ. പിന്നെ നമ്മൾ ഒരു റെഫറൻസ് പിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതിലേപോലെ നമ്മൾ കുറച്ച് പേൾസ്, അവരെ കല്യാണമാലയിൽ ഉണ്ടായിരുന്ന കുറച്ച് ഗോൾഡൻ പേൾസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗോൾഡൻ പേൾസ് ആഡ് ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ഈ ഗോൾഡൻ പേൾസിൽ ഫസ്റ്റ് കുറച്ച് റെസിൻ മിക്സ് ചെയ്ത് ഒരു സൈഡിൽ വെച്ച് നോക്കണം. ഇത് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. റെസിനിൽ ഡിപ്പ് ചെയ്യുക, കുറച്ച് നേരം മാറ്റി വെക്കുക. അത് റിയാക്റ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കണം റെസിനായിട്ട്. ചില പേൾസ് അങ്ങനെ റിയാക്റ്റ് ആവും, ഒരു ബ്ലാക്ക് കളറൊക്കെ ആയി പോവും. അപ്പോൾ അങ്ങനെ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയൊക്കെ നമുക്ക് റെസിനിൽ വെച്ച് ഫിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളെ റെസിൻ ഒരു 24 hours കഴിയുമ്പോൾ സെറ്റായിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്ക് ഇത് ഒഴിച്ച് വെച്ച് ഈ OHB ഷീറ്റ് ആയതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് തുറന്ന് നോക്കണം. നമ്മൾ എന്തെങ്കിലും വെച്ച് മൂടി വെക്കണം ഫ്രെയിം. അതേപോലെ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് തുറന്ന് നോക്കണം ഇത് വളഞ്ഞിട്ടുണ്ടോയെന്ന്. അപ്പോൾ നമുക്കൊരു 5 hours വരെ നമുക്കിപ്പോൾ വളഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ശരിയാക്കാൻ പറ്റും. അതിന് ശേഷം നമുക്ക് ശരിയാക്കാൻ പറ്റില്ല. നമ്മൾ 5 hours വരെ നോക്കിയിട്ട് ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ ഈ ഫ്ലവേഴ്സ് ഇങ്ങനെ പൊന്തിക്കുന്നതെന്ന് വെച്ചാൽ ഇതിനധികം ഡെപ്ത് ഇല്ലാത്തൊരു ഫ്രെയിമാണ്, തിൻ ഫ്രെയിം ആയതുകൊണ്ടാണ് ഇങ്ങനെ ഫ്ലവേഴ്സ് ഇങ്ങനെ പൊന്തി നിൽക്കുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സാൻഡ് പേപ്പർ വെച്ച് ചെയ്യാം. അത് പക്ഷേ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ഇതേപോലുള്ള കുറച്ച് ടിപ്സ് എല്ലാം ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും ഷെയർ ചെയ്യുക. ബൈ.